സിപിഎമ്മും ബിജെപിയും തന്നെ ലക്ഷ്യം വെക്കുന്നതിൽ സന്തോഷമെന്ന് എഐസിസി ജനറൽ സെക്രട്ടറി കെ.സി. വേണുഗോപാൽ. പരാജയം സമ്മതിച്ചതുകൊണ്ടാണ് ഇരുവരും ഒന്നിച്ചെതിർക്കുന്നത്. രാജ്യസഭയേക്കാൾ മോദിയെ പിടിക്കാനാണ് ലോക്സഭയിലേക്ക് മത്സരിക്കുന്നത്. ആലപ്പുഴക്കാർ വികാരത്തോടെയാണ് സ്വീകരിക്കുന്നത്. നല്ല ഭൂരിപക്ഷത്തിൽ വിജയിക്കുമെന്നും കെ.സി. വേണുഗോപാൽ മീഡിയ വണ്ണിനോട്. ആലപ്പുഴ ലോക്സഭാ മണ്ഡലത്തിൽ സ്ഥാനാർത്ഥി യു.ഡി.എഫിന്റേത് ആരാകും എന്ന സസ്പെൻസ് പൊളിച്ചത് കെ.സി. വേണുഗോപാൽ എന്ന അതികായന രംഗത്തിറക്കിക്കൊണ്ടാണ് കോൺഗ്രസ് നേതൃത്വം നടത്തിയത്. കെ.പി.സി.സി തീരുമാനിച്ചത് എ.ഐ.സി.സി മേഖലയിൽ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന സംഘടനാകാര്യ ജനറൽ സെക്രട്ടറിയെ തന്നെ ആലപ്പുഴയിൽ ഇറക്കി നഷ്ടപ്പെട്ട ഒരു സീറ്റ് കൂടി പിടിച്ചെടുത്ത് 20-20 നിലനിർത്തുക അല്ലെങ്കിൽ അത് നേടുക എന്നതിലേക്കാണ് യു.ഡി.എഫിന്റെ പ്രയാണം. കെ.സി. പ്രഖ്യാപിച്ചതിന്റെ അടുത്ത ദിവസം തന്നെ ആലപ്പുഴയിൽ പ്രയാണം ആരംഭിക്കുകയാണ്. അരൂരിൽ നിന്ന് കരുനാഗപ്പള്ളിയിലേക്കാണ്. രമേശ് ചെന്നിത്തല ഒപ്പമുണ്ട്. രാഷ്ട്രീയകാര്യ സമിതി അംഗം ഷാനിമോൾ ഉസ്മാൻ ഒപ്പമുണ്ട്. കോൺഗ്രസിന്റെ മുഴുവൻ നേതാക്കളെയും ആലപ്പുഴയിലെ നേതാക്കളെയും ഒരുമിപ്പിച്ച് നിർത്തി ഒന്നിച്ചുകൂട്ടി അവരോടൊപ്പം സഞ്ചരിച്ചുകൊണ്ട് ഓരോ വോട്ടും പാഴാകാതെ പരമാവധി വോട്ടുകൾ പെട്ടിയിലാക്കാനുള്ള കെ.സി. വേണുഗോപാലിന്റെ പ്രയാണമാണ് ഇപ്പോൾ നടക്കുന്നത്. കെ.സി. വേണുഗോപാൽ നമ്മോടൊപ്പം ചേരുന്നു. ആലപ്പുഴ ഒരു വികാരമാണ് എന്നാണ് കെ.സി. വേണുഗോപാൽ പറയുന്നത്. കെ.സി. വേണുഗോപാലിന്റെ വോട്ട് അത്രയ്ക്ക് വികാരഭരിതമായി അധികം പെട്ടിയിൽ വീഴും എന്ന് തന്നെയാണോ വിചാരിക്കുന്നത്? അത് ജനങ്ങളാണ് തീരുമാനിക്കുന്നത്. പക്ഷെ എനിക്ക് ആലപ്പുഴയെ സംബന്ധിച്ചിടത്തോളം എനിക്ക് ആലപ്പുഴ വികാരമാണ്. അത് കേവലം വാക്കുകൾ കൊണ്ട് പറയാവുന്ന വികാരമല്ല. അത് വാക്കുകളാൽ പറയപ്പെടുന്ന വികാരമല്ല, ഹൃദയത്തിൽ നിന്നും വരുന്ന വികാരമാണ്. കാരണം എനിക്കതിന് കാരണമുണ്ട്. എന്റെ രാഷ്ട്രീയ ജീവിതത്തിൽ ഞാൻ ഇന്ന് വന്നുപെട്ടിരിക്കുന്ന സ്ഥാനങ്ങൾക്കെല്ലാം അടിസ്ഥാനപരമായിട്ട് ആരാ കാരണക്കാരെന്ന് ചോദിച്ചാൽ അത് ആലപ്പുഴയിലെ ജനതയാണ്. എൻ്റെ പാർട്ടിയുണ്ട്, ലീഡർഷിപ്പുണ്ട്. പക്ഷെ ഇതിനെല്ലാം എനിക്ക് അവസരമുണ്ടാക്കി തന്നതിന് അടിസ്ഥാന ശിലയിട്ടത് ആലപ്പുഴക്കാർ. അതുകൊണ്ട് വൈകാരികമായിട്ട് ഈ ആലപ്പുഴ എന്ന് പറയുന്നത് എനിക്ക് ഏറ്റവും വേണ്ടപ്പെട്ട സ്ഥലമാണ്, എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള സ്ഥലമാണ്. അതുകൊണ്ട് എന്റെ ആരോഗ്യം പോലും ശക്തിപ്പെടും ആലപ്പുഴയിൽ വന്നാൽ. കോൺഗ്രസിന്റെ പട്ടിക കൂടി പുറത്തു വന്നതോടുകൂടി കേരളം തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിലേക്ക് ഉണർന്നിരിക്കുകയാണ്. ഇടതുമുന്നണിയുടെ പ്രധാനപ്പെട്ട ഉന്നം എ.ഐ.സി.സിയുടെ ജനറൽ സെക്രട്ടറി തന്നെയാണ് എന്ന് തോന്നിപ്പിക്കുന്ന തരത്തിലുള്ള ആരോപണങ്ങളും ആരംഭിച്ചു. രാജസ്ഥാനിൽ നിന്നുള്ള രാജ്യസഭാ സീറ്റ് ബി.ജെ.പിക്ക് കൈമാറി കേരളത്തിൽ നിന്ന് ലോക്സഭയിലെത്താൻ കെ.സി. വേണുഗോപാൽ നടത്തുന്നത് ബി.ജെ.പിയുമായുള്ള ഡീലിന്റെ ഭാഗമാണെന്നാണ് ഇടതുമുന്നണി കേരളത്തിൽ വ്യാപകമായി ആരോപിച്ചുകൊണ്ടിരിക്കുന്നത്. ആരാണ് ഡീലിന്റെ ആളുകൾ എന്നൊക്കെ കേരളത്തിലെ ജനങ്ങൾക്കറിയാലോ. ലാബലിൻ കേസ് 39 പ്രാവശ്യം മാറ്റിവെപ്പിച്ചതും ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്ന അന്വേഷണങ്ങളൊക്കെ മരവിപ്പിച്ചതും ഏറ്റവും ഒടുവിൽ കോൺഗ്രസ് നിന്ന് പരമാവധി ആളെ പുറത്തു കൊണ്ടുപോകുന്നതൊക്കെ ആരാണെന്ന് എനിക്കറിയാം. എന്നെ ബി.ജെ.പിയുടെ ഡീലിന്റെ ഭാഗമാക്കി പറഞ്ഞാൽ അത് ചിരിക്കാനാണ് ഞാനെന്താ പറയുന്നത്. അവർ ഓരോ ദിവസവും ടാർഗറ്റ് ചെയ്യുന്നത് ആരാണെന്ന് എല്ലാവർക്കും അറിയാലോ. പിന്നെ എനിക്ക് സന്തോഷമുണ്ട്, ഞാൻ CPM-ന്റെയും ബി.ജെ.പിയുടെയും ഒരുപോലെ ടാർഗറ്റായിട്ട് മാറുന്ന ഒരാളാണെന്നുള്ളത് അത്രയേറെ എനിക്ക് സന്തോഷം പകരുന്ന ഒന്നാണ്. ഞാൻ രണ്ടിനെയും അതുപോലെ ജനങ്ങൾ വെറുക്കുന്നുണ്ട്, ബി.ജെ.പിയെയും CPM-നെയും. അപ്പൊ അവർ രണ്ടുപേരുടെയും ടാർഗറ്റ് ഞാനായി മാറുക എന്ന് പറഞ്ഞാൽ ഹാപ്പിനെസ്. എ.ഐ.സി.സിയുടെ സംഘടനാകാര്യം കൈകാര്യം ചെയ്ത സെക്രട്ടറിയാണ് താങ്കൾ. താങ്കളോട് ഒരു കാര്യം ചോദിക്കട്ടെ. ലോക്സഭ പോലെ തന്നെ പ്രധാനമാണല്ലോ ഈ കാലഘട്ടത്തിൽ രാജ്യസഭയിൽ കോൺഗ്രസിന് ഒരു സീറ്റ് എന്നത് പ്രധാനമാണ്. 2 വർഷം ഇനിയും കാലാവധി ഉണ്ടായിരിക്കെ താങ്കൾ ആലപ്പുഴയിലേക്ക് വരേണ്ടതുണ്ടായിരുന്നു എന്നാണ് അവരുടെ ചോദ്യം. ഞാൻ ആ ചോദ്യത്തിന് മറുപടി പറഞ്ഞു കഴിഞ്ഞു. നിങ്ങൾ വീണ്ടും ആ ചോദ്യം ചോദിക്കുന്ന ഉത്തരം എനിക്ക് മനസ്സിലായില്ല. ഞങ്ങളുടെ പ്രയോറിറ്റി ഞാൻ പറഞ്ഞു കഴിഞ്ഞു. ആ ചോദ്യത്തിൽ ഉത്തരത്തിൽ അതെല്ലാം ഉണ്ട്. പിന്നെ വീണ്ടും ആ ചോദ്യത്തിന് എന്താ പ്രസക്തി? ആലപ്പുഴ പിടിക്കാൻ കെ.സി. വേണുഗോപാൽ അല്ലാതെ മറ്റൊരാളുമില്ല എന്ന അതെങ്ങനെ ഞാൻ പറയും? ജനങ്ങളല്ലേ തീരുമാനിക്കേണ്ടത് ആലപ്പുഴ ആര് പിടിക്കുന്നത്. എന്നെ മുന്നിൽ നിർത്തിയിരിക്കുകയാണ് കോൺഗ്രസ് പാർട്ടി. അത് ജനങ്ങൾ തീരുമാനിക്കും. ജനങ്ങളുടെ തീരുമാനം ഞാൻ പറയാറില്ല. എന്നെ മുന്നിൽ നിർത്തി അവർ പോരാടുകയാണ്. പാർട്ടി പറഞ്ഞാൽ എന്തും ചെയ്യുന്ന ആളാണ് ഞാൻ. എനിക്ക് പാർട്ടിയാണ് എല്ലാ അവസരങ്ങളും തന്നത്. അപ്പോൾ കേരളത്തിലെ പാർട്ടി ഇപ്പം മത്സരിക്കണം എന്ന് പറയുമ്പോൾ എനിക്ക് 2 കൊല്ലം കാലാവധി ഉണ്ട്, അതുകൊണ്ട് ഞാൻ മത്സരിക്കില്ല എന്ന് പറയണമെന്നാണോ താങ്കൾ ഉദ്ദേശിക്കുന്നത്? മാത്രമല്ല, ഇത് പാർലമെന്റ് ഇലക്ഷൻ അല്ലേ. ഞാൻ വീണ്ടും പറയല്ലേ, മോഡിയല്ലേ ലക്ഷ്യം? രാജ്യസഭയാണോ ലക്ഷ്യം, മോഡിയാണോ ലക്ഷ്യം? അപ്പൊ അതുകൊണ്ട് ഈ ചോദ്യങ്ങൾ ഇടതുപക്ഷം ചോദിക്കുമ്പോൾ നിങ്ങൾ എന്നോട് ഉത്തരം പറയാൻ ഈ ബാധ്യസ്ഥരാണ്. പക്ഷെ അവരോടും ചോദിക്കേണ്ട ചോദ്യമുണ്ട്. കെ.സിക്ക് ആലപ്പുഴ കഴിഞ്ഞ കാലങ്ങളിൽ വലിയ സ്വീകാര്യത നൽകുകയാണ്, വലിയ ഭൂരിപക്ഷം. പലപ്പോഴും ഈ ചോദ്യം ചോദിക്കുമ്പോൾ ഞാൻ വീണ്ടും ആവർത്തിക്കുകയാണ്. അപ്പൊ അവരെ പരോക്ഷമായി സമ്മതിക്കുകയാണ് ഞാൻ ജയിച്ചു കഴിഞ്ഞിരിക്കുന്നു എന്ന്. ഇല്ലേ? അതെന്താ നിങ്ങൾ പറയാത്തത്? എത്രമാത്രം ഭൂരിപക്ഷം ആലപ്പുഴയിൽ നിന്ന് നേടിയെടുക്കാൻ കഴിയുമെന്നാണ് കെ.സി വിശ്വസിക്കുന്നത്? ഞാൻ ഭൂരിപക്ഷത്തിന്റെ കണക്ക് ഒരു തെരഞ്ഞെടുപ്പിലും പറയാറില്ല. ഞാൻ മത്സരിച്ച തെരഞ്ഞെടുപ്പുകളിലെല്ലാം ആലപ്പുഴയിലെ ജനങ്ങൾ എനിക്ക് ആവശ്യത്തിലധികം ഭൂരിപക്ഷം നൽകി വിജയിപ്പിച്ചിട്ടുണ്ട്. എനിക്ക് അവരിൽ വിശ്വാസമുണ്ട്. ആ വിശ്വാസം
എണ്ണിക്കണക്ക് പറഞ്ഞ് കൊടുക്കേണ്ട വിശ്വാസമല്ല, അതൊരു ഹൃദയങ്ങൾ തമ്മിലുള്ള ബന്ധത്തിന്റെ വിശ്വാസമാണ്. ആ വിശ്വാസത്തിൽ മുന്നോട്ട് പോകും. കെ സി വേണുഗോപാലിനെ ടാർഗറ്റ് ചെയ്യാൻ BJPയും CPMഉം ശ്രമിക്കുന്നുവെങ്കിൽ അത് താൻ അഭിമാനത്തോടെ ഏറ്റെടുക്കുന്നു, തന്നെ ടാർഗറ്റ് ചെയ്യുന്നുവെങ്കിൽ അവർ പരാജയം സമ്മതിച്ചിരിക്കുന്നു എന്ന മറുപടി നൽകിക്കൊണ്ടാണ് KC ആലപ്പുഴയിൽ പ്രചാരണം ആരംഭിച്ചിരിക്കുന്നത്. ഭൂരിപക്ഷത്തിന്റെ കണക്കിനപ്പുറത്തേക്ക് ആലപ്പുഴ എന്ന വൈകാരിക ഭൂമി തന്നെ ഏറ്റെടുക്കും എന്ന ശുഭപ്രതീക്ഷ, ആത്മവിശ്വാസം പങ്കുവച്ചാണ് അദ്ദേഹം തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിന് തുടക്കമിട്ടിരിക്കുന്നത്. ഫൈസൽ നിൽക്കുന്നതിനൊപ്പം യു ഷൈജു, മീഡിയ 1 ആലപ്പുഴ.